ഹായ് ഫ്രണ്ട്സ്, എന്തോ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ തിളങ്ങുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ്. 2 വേൾഡ് കപ്പ് ഫൈനലുകളിൽ അവർ നമ്മളെ തോൽപ്പിച്ചത് കൊണ്ടല്ല. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് എന്നും ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ്. ഗ്രൗണ്ടിനകത്തും പുറത്തുമെല്ലാം ജയിക്കുവാൻ വേണ്ടി എന്തടവുകളും പുറത്തെടുക്കുവാൻ മടിക്കുന്ന കൂട്ടരല്ല അവർ. കളിക്കളത്തിലെ സ്ഥിരം സ്ലെഡ്ജിങ് പാർട്ടി തന്നെയാണ് ഓസ്ട്രേലിയൻ താരങ്ങൾ. ഏതായാലും മാച്ച് സമ്മറിയെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. നന്ദി പ്രിയപ്പെട്ട യശസ്വി ജയ്സ്വാൾ ആൻഡ് KL രാഹുൽ. മനോഹര ബാറ്റിംഗ്. പാറ്റ് കമിൻസിനും കൂട്ടർക്കും ഇന്ത്യയുടെ ബാറ്റിംഗ് ചൂട് എന്താണ് എന്ന് നിങ്ങൾ ഇന്ന് അറിയിച്ചു കൊടുത്തിരിക്കുന്നു. 2ാം ദിവസത്തെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്ക് സ്വന്തം. യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ സാരഥികൾ നിങ്ങൾ തന്നെയായിരുന്നു. അത്രയും മനോഹരമായ ബാറ്റിംഗ് ആണ് നിങ്ങൾ കാഴ്ചവെച്ചത്. KL രാഹുൽ പ്രതിരോധിച്ചു മുന്നേറിയപ്പോൾ ആക്രമണത്തിലൂടെയും പ്രതിരോധത്തിലൂടെയും തൻ്റെ ബാറ്റിംഗ് മികവ് പുറത്തെടുത്തു യശസ്വി ജയ്സ്വാൾ. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 2ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 172 റൺസിന് 0 വിക്കറ്റ് എന്ന നിലയിലാണ്. 90 റൺസുമായി ജയ്സ്വാളും 62 റൺസുമായി KL രാഹുലും ബാറ്റിംഗ് തുടരുന്നു. ഓസീസ് പേസ് ആക്രമണത്തിന് മുന്നിൽ ക്ഷമയുടെ പര്യായമായി മാറിയ യശസ്വി ജയ്സ്വാൾ KL രാഹുൽ ഓപ്പണിംഗ് സഖ്യം നിലയുറപ്പിച്ചപ്പോൾ ഇന്ത്യ 2ാം ദിനം 218 റൺസിൻ്റെ ലീഡിലേക്ക് കുതിച്ചു. 7 ഓസ്ട്രേലിയൻ ബൗളർമാരെ പരീക്ഷിച്ചിട്ടും ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസിനെ രാഹുലിനെയോ ജയ്സ്വാളിനെയോ തളർത്താനായില്ല. ഓസ്ട്രേലിയയുടെ 1ാം ഇന്നിംഗ്സ് സ്കോർ 104 റൺസിൽ അവസാനിപ്പിച്ച ഇന്ത്യ 46 റൺസിൻ്റെ നിർണായക ലീഡ് നേടിയിരുന്നു. 7ന് 67 റൺസ് എന്ന നിലയിൽ 2ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഓസീസ് 37 റൺസ് കൂടി കൂട്ടിച്ചേർത്ത് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 5 വിക്കറ്റ് എടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ഓസീസിനെ തകർത്തുവിട്ടത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് KL രാഹുലിൻ്റെയും യശസ്വി ജയ്സ്വാളിൻ്റെയും ഉത്തരവാദിത്തത്തോടും ക്ഷമയോടും കൂടിയുള്ള ബാറ്റിങ്ങിൻ്റെ മികവ്